പാലക്കാട് കുഴൽമന്ദത്ത് പലിശക്കാരുടെ മർദ്ദനമേറ്റ KSRTC കണ്ടക്ടർ മരിച്ചു. കുഴൽമന്ദം സ്വദേശിയായ K മനോജാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. മനോജിനെ ബ്ലേഡ് മാഫിയ സംഘം മർദ്ദിച്ചതായി നാട്ടുകാർ ആരോപിക്കുന്നു. വളരെ ഈ നാട്ടിൽ വളരെ സൗമ്യനായ ഒരു കുട്ടിയാണ് മനോജ്. എല്ലാവരായിട്ട് ആരായിട്ടും ഒരു തരത്തിലുള്ള ഒരു വിഷയം ആരോടും സംസാരിക്കുക പോലുമില്ല. വളരെ മൗനമായി വളരെ എല്ലാവരോടും ചിരിച്ച വളരെ ശാന്തനായ ഒരു ആളാണ് മനോജ്. അപ്പൊ ആളുടെ വിഷയത്തിൽ കുറെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോ ആ സാഹചര്യത്തിൽ ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം ഉണ്ട് എന്നാണ് നാട്ടുകാർ മറ്റും പറയുന്നുണ്ടായി. അപ്പൊ ഇതിന്റെ ഇടയിലാണ് അദ്ദേഹത്തിന് മർദ്ദനമേറ്റു എന്ന് കഴിഞ്ഞ ആഴ്ച നല്ല ഗുരുതരമായ മർദ്ദനമേറ്റു എന്ന് നാട്ടിൽ എല്ലാവരും പറയുന്നുണ്ട്. അത് ഞങ്ങൾ അന്ന് അന്വേഷിച്ചപ്പോഴും പറഞ്ഞു ഗുരുതരമായ മർദ്ദനമേറ്റു എന്ന് പലരും പറയുണ്ടായി. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഈ മരണം സംഭവിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരുണ്ട്. അരുൺ, എപ്പോഴായിരുന്നു ഈ KSRTC കണ്ടക്ടർ മനോജിന് മർദ്ദനമേറ്റത്? എത്ര രൂപയാണ് ഈ ബ്ലേഡ് മാഫിയയ്ക്ക് മനോജ് കൊടുക്കാനുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പാലക്കാട് കുഴൽമന്ദം നടുത്തറ വീട്ടിൽ K മനോജാണ് തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരിക്കുന്നത്. ഈ മാസം 9-ാം തീയതിയാണ് കുളമുക്കിലെ സാമ്പത്തിക ഇടപാടുകാർ മനോജിന് നൽകിയ പണം തിരിച്ചു കിട്ടാൻ വൈകിയതിനെ ചൊല്ലി ആക്രമിച്ചു എന്നാണ് ബന്ധുക്കളും നാട്ടുകാരുമായ ചിലർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ആക്രമണം ഉണ്ടായ ദിവസം വൈകിട്ട് അവശനിലയിൽ സഹോദരി താമസിക്കുന്ന കൊടുവായൂരിലെ വാടക വീട്ടിലേക്ക് മനോജ് എത്തുകയായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിന് പിന്നാലെ മനോജിനെ തൃശ്ശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. മരണത്തിന് കാരണമാകുന്ന നിരവധി പരിക്കുകൾ മനോജിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസും അതുപോലെ തന്നെ ആശുപത്രിയിലെ ആളുകളും പറയുന്നുണ്ട്. ബന്ധുക്കളും അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ബന്ധുക്കളുടെ പരാതിയിൽ പുതുനഗരം കുഴൽമന്ദം പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ബന്ധുക്കളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ആരോപണമാണ് ഇത്തരത്തിൽ ബ്ലേഡ് മാഫിയയുടെ ആക്രമണമാണ് ഈ മരണത്തിലേക്ക് വഴിവെച്ചത് എന്നുള്ളത്. പക്ഷേ അത് തന്നെയാണോ യഥാർത്ഥ കാരണം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ അവർ വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഏതായാലും ഈ മരിച്ച യുവാവിന്റെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഇത് തന്നെയാണോ മരണ കാരണം എന്നുള്ളതിൽ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. നിലവിൽ ഏതായാലും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു ആരോപണമാണ് ഇത്തരത്തിൽ പലിശക്കാരുടെ ആക്രമണത്തിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റതെന്നും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മരണം സംഭവിച്ചിരിക്കുന്നതെന്നുമാണ്. പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.